കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലും വീശിയടിച്ച കാറ്റിലും ജില്ലയിൽ വ്യാപക കൃഷിനാശം. ഇതുവരെ 3.13 കോടിയുടെ കൃഷിനാശം ഉണ്ടായതായാണ് പ്രാഥമിക കണക്ക്. 110.87 ഹെക്ടർ സ്ഥലത്തെ കാർഷിക വിളകളാണ് നശിച്ചത്. 1304 കർഷകർക്കാണ് നാശനഷ്ടമുണ്ടായത്. അടിമാലി ബ്ലോക്കിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത്. 419 കർഷകർക്ക് 14.4 കോടിയുടെ നഷ്ടമുണ്ടായി. ഇളന്തേശം ബ്ലോക്കിൽ 18.15 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 195 കർഷകരുടെ 21.03 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. ഇടുക്കി ബ്ലോക്കിൽ 103 കർഷകർക്കായി 38.26 ലക്ഷം രൂപയുടെ നഷ്ടം നേരിട്ടു. 5.14 ഹെക്ടർ സ്ഥലത്തെ കൃഷി നശിച്ചു. കട്ടപ്പന ബ്ലോക്കിൽ 263 കർഷകരുടെ 17.16 ഹെക്ടർ സ്ഥലത്ത് കൃഷിനാശമുണ്ടായി. 55.14 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. നെടുങ്കണ്ടം ബ്ലോക്കിൽ 306 കർഷകരുടെ വിളകളാണ് കാറ്റിലും മഴയിലും നശിച്ചത്. 54.43 ഹെക്ടർ സ്ഥലത്ത് കൃഷിനാശം നേരിട്ടു. 53.51 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. രാജാക്കാട് കള്ളിമാലി കക്കുഴിയിൽ ബേബിയുടെ 300-ലധികം ഏത്തവാഴകൾ നശിച്ചു. സ്വർണം പണയം വെച്ചും ബാങ്ക് വായ്പയെടുത്തും നടത്തിയ കൃഷിയാണ് കാലവർഷം കവർന്നെടുത്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഉള്ള കാറ്റത്ത് ശനിയാഴ്ച രാവിലെ ഞാൻ എന്നും രാവിലെ വാഴക്കകത്ത് വന്ന് നോക്കുന്ന ശനിയാഴ്ച വന്നപ്പോൾ മൊത്തം മറിഞ്ഞ് ഒടിഞ്ഞു കിടക്കുക. വള്ളി മുട്ടും കൊടുത്ത് വള്ളിയും വലിച്ചായിരുന്ന നല്ല ഒരു പൈസ മുടക്കുണ്ട്. ഒരു വാഴയ്ക്ക് 500 രൂപ മുകളിൽ മുടക്ക് വന്നിട്ടുണ്ട്. വിവിധ കൃഷിഭവനുകളിൽ നിന്നും പ്രാഥമികമായി ലഭിച്ച സ്ഥിതിവിവര കണക്കുകളാണ് ലഭ്യമായിരിക്കുന്നത്. എന്നാൽ നാശനഷ്ടം ഇനിയും ഏറെയായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. കൃഷിവകുപ്പിന്റെ ജില്ലാതല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വ്യാപക കൃഷിനാശമുണ്ടായ മേഖലകളിൽ സന്ദർശനം നടത്തി വരുന്നുണ്ട്. കൃഷിനാശത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിലെ ലഭ്യമാകുമെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.